ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ചരമോപചാരം അർപ്പിച്ച് കേരള നിയമസഭ. പാറശാല സ്വദേശി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി. 16ാമത് ആദിവാസി യുവജന സാംസ്കാരിക വിനിമയ പരിപാടിക്ക് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. തീർത്ഥാടന കാലത്തിന് സമാപനം കുറിച്ച് ശബരിമല നടയടച്ചു. മണ്ഡല മകരവിളക്ക് സീസണിൽ ദർശനം നടത്തിയത് 53 ലക്ഷത്തോളം ഭക്തർ. അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ മലേഷ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ചരമോപചാരം അർപ്പിച്ച് കേരള നിയമസഭ. സൌമ്യത കാത്തുസൂക്ഷിക്കുമ്പോഴും തീരുമാനങ്ങളിൽ കാർക്കശ്യം പുലർത്തിയ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് സ്പീക്കർ AN ഷംസീർ അനുസ്മരിച്ചു. ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. സാമ്പത്തിക വിദഗ്ധൻ, ഉന്നത ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചു. പ്രഗത്ഭനായ ഈ ധനകാര്യ വിദഗ്ധനെയും നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയുമാണ് മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും അദ്ദേഹം നേതൃത്വം നൽകിയ UPA സർക്കാരിന്റെയും ചില നയങ്ങളിൽ ഇടതുപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹം എടുത്ത നിലപാടുകൾ പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിനു പുറമെ അന്താരാഷ്ട്ര പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ, മാതൃകാ അധ്യാപകൻ, പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ, രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി എന്നിങ്ങനെ പല നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹം എടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ്. രാജ്യത്തിന്റെ വിദൂര ഭാഗങ്ങളിൽ പോലുമുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് നടപ്പാക്കിയ കാര്യങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുസ്മരിച്ചു. നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ് കടന്നുപോയത്. ലോകം മുഴുവൻ ആദരിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. വിവിധ കക്ഷി നേതാക്കളും ചരമോപചാരം അർപ്പിച്ചു. തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരും. ഗവർണർ RV ആർലേക്കർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം നിയമസഭ നാളെ മുതൽ 3 ദിവസം ചർച്ച ചെയ്യും. വെള്ളിയാഴ്ചയാണ് 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം ആരംഭിച്ചത്. ഈ വർഷത്തെ സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുന്ന ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലും പബ്ലിക് ഓഫീസുകൾ, സ്കൂൾ, കോളേജ്, ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയിടങ്ങളിലും ഞായർ രാവിലെ 9 അതിനുശേഷമോ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. 16ാമത് ആദിവാസി യുവജന സാംസ്കാരിക വിനിമയ പരിപാടി ഇന്ന് വൈകിട്ട് എറണാകുളം ഗവൺമെന്റ് യൂത്ത് ഹോസ്റ്റലിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ 200 യുവജനങ്ങളാണ് ഒരാഴ്ചത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയവും യുവജനകാര്യ കായിക മന്ത്രാലയവും നെഹ്റു യുവകേന്ദ്ര സംഘടനയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 11ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ഇന്ന് ചെങ്ങന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ തിരിതെളിയും. വൈകിട്ട് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രിമാരായ സജി ചെറിയാൻ, P പ്രസാദ് എന്നിവർ പങ്കെടുക്കും. പ്രഥമ ശ്രേഷ്ഠ ചെങ്ങന്നൂർ പുരസ്കാരം നടൻ മോഹൻലാലിന് സമ്മാനിക്കും. 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ 250 സ്റ്റോളുകളടക്കം 350 സ്റ്റോളുകൾ ഉണ്ടാകും. മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഇന്ന് രാവിലെ 6:30 ശബരിമല ക്ഷേത്ര നടയടച്ചു. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഈ തീർത്ഥാടനകാലം സാക്ഷ്യം വഹിച്ചതെങ്കിലും എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ ശ്രമത്തിലൂടെ തീർത്ഥാടകർക്ക് സുഗമമായ ദർശനകാലം ഒരുക്കാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനുമായി. പ്രാരംഭ കണക്കുകൾ പ്രകാരം ഈ തീർത്ഥാടനകാലത്ത് ദർശനം നടത്തിയത് 53 ലക്ഷത്തോളം പേരാണ്. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല സ്വദേശി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. നടന്നത് ആസൂത്രിത കൊലപാതകമെന്ന് കോടതി നിരീക്ഷിച്ചു. മൂന്നാം പ്രതിയായ നിർമ്മലകുമാരന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് 2 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് നിരവധി ട്രെയിൻ സർവീസ് തടസ്സപ്പെട്ടു. അതിവേഗ സർവീസുകൾ ഉൾപ്പെടെ 19 ട്രെയിനുകളാണ് വൈകിയോടുന്നത്. ട്രെയിനുകളുടെ സമയക്രമീകരണം പരിശോധിച്ച് ഉറപ്പാക്കാൻ യാത്രക്കാർക്ക് റെയിൽവേ നിർദ്ദേശം നൽകി. വടകര താലൂക്കിലെ നാഷണൽ ഹൈവേ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KP കുഞ്ഞഹമ്മദ് കുട്ടി MLA നൽകിയ നിവേദനത്തിനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സിവിലിയൻ വർഷാചരണത്തിന്റെ ഭാഗമായി നാവികസേന പുറത്തിറക്കിയ ഗാനം ശ്രദ്ധേയമാകുന്നു. ഗാനത്തിന് പിന്നിൽ ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയിലെ 2 ഉദ്യോഗസ്ഥരാണ്. ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗാണ് വീഡിയോ ഗാനം പുറത്തിറക്കിയത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതാദ്യമായാണ് സേന സിവിലിയൻ ഉദ്യോഗസ്ഥർക്കായി വീഡിയോ ഗാനം പുറത്തിറക്കുന്നത്. ജിജാൻ ലഗൻസെ എന്ന ഹിന്ദി ഗാനത്തിന്റെ രചന അക്കാദമിയിലെ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തിരുവനന്തപുരം സ്വദേശി TR ശ്രീകാന്തും സംഗീത സംവിധാനം സയന്റിഫിക് അസിസ്റ്റന്റ് എറണാകുളം മൂത്തകുന്നം സ്വദേശി TR ഋതുൽ മോഹനുമാണ്. പശ്ചിമ നേവൽ കമാൻഡിലെ 6 സിവിലിയൻ ഉദ്യോഗസ്ഥരും സേനയിലെ മ്യൂസീഷ്യനും ചേർന്നാണ് ഗാനം ആലപിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനമായ കവചം നാളെ വൈകിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലയിലെ 6 സ്ഥലത്ത് സ്ഥാപിച്ച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ആലപ്പുഴ അർത്തുങ്കൽ ബസിലിക്കയിലെ മകരം തിരുനാൾ ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. തിരുനാളിനോടനുബന്ധിച്ച് ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ ഇന്ന് പ്രാദേശിക അവധിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ആലപ്പുഴ രൂപത മെത്രാൻ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി രാവിലെ നടന്നു. വൈകിട്ട് 4:30 തിരുനാൾ പ്രദക്ഷിണം നടക്കും. അർത്തുങ്കൽ വെളുത്തച്ഛന്റെ രൂപവുമായി കടൽത്തീരത്തേക്കും തിരിച്ച് ദേവാലയത്തിലേക്കുമാണ് പ്രദക്ഷിണം. രാവിലെ മുതൽ അർത്തുങ്കലിലേക്ക് ജനപ്രവാഹമാണ്. KSRTC ആലപ്പുഴയിൽ നിന്നും ചേർത്തലയിൽ നിന്നും പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്. പെരുന്നാളിന്റെ ഭാഗമായി ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തും കർഷകനായ സുജിത്തും ചേർന്ന് ഫ്ലവർ ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ വാർഷിക മേഖലാ ശില്പശാലയ്ക്ക് കൊല്ലത്ത് തുടക്കമായി. കേരളം, കർണാടക, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ കാർഷിക കാലാവസ്ഥാ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള സംയോജിത കൃഷി സമ്പ്രദായങ്ങളുടെ വിശകലനമാണ് ദ്വിദിന ശില്പശാലയുടെ ലക്ഷ്യം. സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം മൊബൈൽ ഫോൺ ഡിസ്പ്ലേ കേടായ ഉപഭോക്താവിന് ഫോണിന്റെ വിലയും നഷ്ടപരിഹാരവും നൽകണമെന്ന് തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധിച്ചു. അഭിഭാഷകനായ KR ദിലീപ് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. വിതുര സ്വദേശി ശിവാനന്ദൻ കാണിയെയാണ് കാട്ടാന ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. നട്ടെല്ലിന് പരിക്കേറ്റ ശിവാനന്ദനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റി. ICC അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ 2ാം പതിപ്പിൽ നാളെ ഇന്ത്യ മലേഷ്യയെ നേരിടും. ക്വാലാലംപൂരിൽ നടന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ നാളെ ചെന്നൈയിൻ FC മോഹൻ ബഗാൻ പോരാട്ടം. ചെന്നൈയിൽ നാളെ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ഗോവ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി. സംസ്ഥാന അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ 12 പോയിന്റ് നേടി എറണാകുളം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 10 പോയിന്റ് നേടിയ ഇടുക്കിയാണ് 2ാം സ്ഥാനത്ത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 609 പോയിന്റ് നേട്ടത്തിൽ 77,228-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 161 പോയിന്റ് നേട്ടത്തിൽ 23,366-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 59,600 രൂപയും ഗ്രാമിന് 7,450 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ചരമോപചാരം അർപ്പിച്ച് കേരള നിയമസഭ. പാറശാല സ്വദേശി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി. 16ാമത് ആദിവാസി യുവജന സാംസ്കാരിക വിനിമയ പരിപാടിക്ക് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. തീർത്ഥാടന കാലത്തിന് സമാപനം കുറിച്ച് ശബരിമല നടയടച്ചു. മണ്ഡല മകരവിളക്ക് സീസണിൽ ദർശനം നടത്തിയത് 53 ലക്ഷത്തോളം ഭക്തർ. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ മലേഷ്യയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.